ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് സാമൂഹ്യ ശാസ്ത്രത്തിലെ മൂന്നാമത്തെ പാഠം പഠിക്കാൻ എത്തിയിരിക്കും അല്ലേ? മൂന്നാമത്തെ പാഠത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾ പഠിച്ചില്ലേ? പഠിച്ചു അല്ലേ? എന്താണ് നമ്മുടെ മൂന്നാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? എന്താണ് നമ്മുടെ മൂന്നാമത്തെ പാഠത്തിന്റെ പേര്? ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരം. എന്താണ്? ഉറക്കെ പറഞ്ഞ എല്ലാവരും ഒന്ന്. എന്താണ് നമ്മുടെ മൂന്നാമത്തെ പാഠത്തിന്റെ പേര്? ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരം. എന്താണ്? എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞേ എന്താണെന്ന്. ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ? ആ പാഠത്തിൽ ആദ്യ ഭാഗത്തിൽ നിങ്ങൾ എന്താ പഠിച്ചേ? ആരെ കുറിച്ചാ പഠിച്ചേ? ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനിരയായ കുറെ ആൾക്കാരെ കുറിച്ച് പഠിച്ചു അല്ലേ? എന്താണ്? ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനിരയായ കുറെ ആൾക്കാരെ കുറിച്ച് പഠിച്ചു. ആരൊക്കെയായിരുന്നു അവര്? ഒന്ന് പറയാവോ? ആരെങ്കിലും ഒരാളെന്ന് പറയാവോ? എന്താണ്? ആരൊക്കെയായിരുന്നു അവര്? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലാളികൾ, ഗോത്രവർഗക്കാർ, പിന്നെ ആരായിരുന്നു? പിന്നെ ആദ്യം നമ്മൾ പഠിച്ചത് ഒരാളെ കുറിച്ച്, ഒരു വിഭാഗത്തെ കുറിച്ച് പഠിച്ചത് ആരായിരുന്നു? മിടുക്കൻ. ആരാണ്? നഗോഡകൾ അല്ലേ? അപ്പൊ നമ്മള് ഇത്രയും ആൾക്കാരെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇവർ ആരായിരുന്നു നമ്മൾ പഠിച്ചത്? ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കിരയായ വിഭാഗമായിരുന്നു പഠിച്ചത്. ആ പാഠത്തിന്റെ ബാക്കി ഭാഗം പഠിക്കണ്ടേ ഇനി? അല്ലേ? ഇനി നമുക്കിപ്പോ കലാപങ്ങളെ കുറിച്ച് പഠിക്കാം. കലാപങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? കലാപം എന്താണെന്ന് ടീച്ചർ പറയട്ടെ. കലാപം എന്ന് പറഞ്ഞാലേ നമ്മുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ അതിനെ നേരിടാനുള്ള നമ്മുടെ പോരാട്ടങ്ങളെയാണ് കലാപങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് കലാപം? ഒന്ന് പറഞ്ഞേ എന്താണ്? നമ്മുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ അതിനെ നേരിടാനുള്ള നമ്മുടെ പോരാട്ടങ്ങളെയാണ് കലാപങ്ങൾ എന്ന് പറയുന്നത്. കലാപം എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? കുറെ ആൾക്കാരെ കുറിച്ച് പഠിച്ചില്ലേ? ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കിരയായ കുറെ ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കിരയായ ആ വിഭാഗക്കാര് ബ്രിട്ടീഷുകാർക്കെതിരെയും അവരുടെ ഇടനിലക്കാരായ ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾ നടത്തി. കലാപങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് കുറച്ച് കലാപങ്ങളെ കുറിച്ച് പഠിച്ചാലോ? ഇത് നോക്കിയേ. എന്താണിത്? വായിച്ചു വന്ന്. എന്താണ്? മാപ്പിള കലാപം. അപ്പൊ നമുക്ക് മാപ്പിള കലാപത്തെ കുറിച്ച് പഠിക്കാം. പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് ഈ കലാപത്തെ മാപ്പിള കലാപം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് മാപ്പിള കലാപം എന്ന് വിളിക്കുന്നത്? മിടുക്കൻ പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് ഈ കലാപത്തെ മാപ്പിള കലാപം എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി എന്താ ഈ പാട്ടക്കുടിയാന്മാരെന്ന് വിളിക്കുന്നത് അറിയോ നിങ്ങൾക്ക്? അറിയാവോ? ഒരുപാട് സ്ഥലമുള്ളവരുടെ കയ്യിൽ സ്ഥലമൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് വാടകയ്ക്ക് എടുക്കുകയും ചെയ്യും. നമ്മൾ വാടകയ്ക്ക് താമസിക്കാറില്ലേ? അതുപോലെ പണ്ടത്തെ കാലത്ത് ഒരുപാട് സ്ഥലമുള്ളവരുടെ കയ്യിൽ നിന്ന് സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യുന്നവരെ പാട്ടത്തിന് സ്ഥലം എടുത്ത് കൃഷി ചെയ്യുന്നവരെന്നാ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവരെ പാട്ടക്കുടിയാന്മാരെന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പാട്ടക്കുടിയാന്മാർ ആരാണെന്ന് മനസ്സിലായോ? അപ്പോ മുമ്പ് 19ാം നൂറ്റാണ്ടിൽ ഈ മാപ്പിളമാരായിരുന്ന ആര്? പാട്ടക്കുടിയാന്മാര് നടത്തിയ കലാപമാണെന്ത്? മാപ്പിള കലാപം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോ ഈ മാപ്പിള കലാപം ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ? ബ്രിട്ടീഷുകാരുടെ അമിതമായ നികുതി നയമാണ് ഈ പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരെ ഈ കലാപത്തിന് പ്രേരിപ്പിച്ചത്. അപ്പൊ ഈ മാപ്പിള കലാപത്തിന് പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ അമിതമായ നികുതി നയമാണ് എന്തിന് കാരണമായത്?
അതുപോലെ തന്നെ കർഷകരെ കൂടാതെ മറ്റു കുറെ വിഭാഗങ്ങളും ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിന് ഇടയായിട്ടുണ്ട് കേട്ടോ. അതിന് ആരൊക്കെയാന്ന് പഠിച്ചാലോ? ദൈവം നോക്കി ആരൊക്കെയാണ്? മറാത്തിയിലെ ഫീലുക്കൾ, രണ്ടാമത്തെ ആരാ? അഹമ്മദ് നഗറിലെ കോലികൾ, മൂന്നാമത്തത് വായിച്ചേ, ചോട്ടാ നാഗ്പൂരിലെ കോളുകൾ, പിന്നെ ആരാണ്? രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, പിന്നെ ഇനി ഒരാളുണ്ടല്ലോ, ആരാണ്? വയനാട്ടിലെ കുറിച്യർ. ആരൊക്കെയാണ്? നമുക്ക് ഒന്നുകൂടി പറയാം. ആരൊക്കെയായിരുന്നു? മറാത്തിയിലെ ഫീലുക്കൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ചോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. പഠിച്ചോ നിങ്ങള്? അപ്പൊ നമുക്ക് ഒന്നുകൂടി പറഞ്ഞാലോ? ഒന്നുകൂടി എല്ലാവരും കൂടി നമുക്കൊന്ന് പറയാം. പറഞ്ഞേ. മറാത്തയിലെ ഫീലുക്കൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ചോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, അവസാനത്തിൽ എന്തായിരുന്നു? മിടുക്കൻ, വയനാട്ടിലെ കുറിച്യർ. ഇനി നമുക്ക് അടുത്ത കലാപത്തെ കുറിച്ച് പഠിക്കാം. നോക്കിയേ, എന്താണ്? സാന്താൾ കലാപം. എന്താണ്? സാന്താൾ കലാപം. അപ്പൊ സാന്താൾ കലാപം പഠിച്ചാലോ നമുക്ക്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു ആര് താമസിച്ചിരുന്നതെന്ന് അറിയോ? സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. എവിടെയായിരുന്നു? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. ഇവരെന്തായി സാന്താൾ കലാപം നടത്താനുള്ള കാരണം എന്നറിയോ നിങ്ങൾക്ക്? ഇല്ലല്ലേ? ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും കൊള്ളപ്പലിശക്കാരുടെയും ചൂഷണത്തിന് ഇരയായപ്പോഴാണ് ഇവര് ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. എന്തുകൊണ്ടായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്? കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിന് ഇരയായത് കൊണ്ടാണ് ഇവര് എന്ത് ചെയ്തത്? സാന്താൾ കലാപത്തിന് തുടക്കം കുറിച്ചത്. ഈ സാന്താൾ കലാപം എന്ന് പറയാൻ കാരണം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ? എന്തുകൊണ്ടായിരുന്നു? സാന്താൾ ഗോത്രജനത നടത്തിയ കലാപമായതുകൊണ്ടാണ് ഈ കലാപത്തെ സാന്താൾ കലാപം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ സാന്താൾ കലാപത്തിലെ 15,000 സാന്താൾ ഗോത്രജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. നമ്മൾ ഈ കലാപങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് രണ്ട് വിഭാഗങ്ങളായിട്ടായിരിക്കും ഈ കലാപം നടക്കുന്നത്. അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങൾക്ക് എന്തുണ്ടാവും? ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോ ഈ കലാപങ്ങൾ നടക്കുന്ന സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ സാന്താൾ കലാപത്തില് 15,000 സാന്താൾ ഗോത്രജനതയുടെ ജീവനാണ് ബലിയർപ്പിക്കേണ്ടി വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എത്ര ഗോത്രജനതയാണ് നഷ്ടപ്പെട്ടത്? 15,000 സാന്താൾ ഗോത്രജനതയുടെ ജീവനാണ് ഈ കലാപത്തിൽ നഷ്ടപ്പെട്ടത് കേട്ടോ. എന്താ പറഞ്ഞു വന്നത്? സാന്താൾ കലാപത്തെ കുറിച്ച് പറഞ്ഞത് അല്ലേ? സാന്താൾ കലാപം നടത്തിയത് ആരായിരുന്നു? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിൽ താമസിച്ചിരുന്ന സാന്താൾ ഗോത്രജനതയാണ് ഈ കലാപം നടത്തിയത്. ഈ കലാപം നടത്താനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിന് ഇരയായതുകൊണ്ടാണ് ഈ കലാപം അവർ നടത്തിയത് അല്ലേ? ഈ കലാപത്തിൽ 15,000-ത്തിലധികം ഗോത്രജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. അപ്പൊ സാന്താൾ കലാപം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അധികാരം നഷ്ടപ്പെട്ട ഭൂപ്രഭുക്കന്മാരും നാട്ടുരാജാക്കന്മാരും കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് കേട്ടോ. ആരൊക്കെയായിരുന്നു? അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും. അവർ ആരൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? നോക്കിയേ, ആരാണ്? അവധിയിലെ രാജ ചേത് സിംഗ്, രണ്ടാമത്തേതാരാ? തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അടുത്ത മൂന്നാമത്തെ ആരായിരുന്നു? നോക്കിയേ, ബോർഡിലേക്ക് നോക്കിയേ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ. അടുത്തത് മലബാറിലെ പഴശ്ശിരാജ. അടുത്തതാരാ? കർണാടകയിലെ കിട്ടൂർ ചിന്നമ്മ. അടുത്തതാരാണ്? നോക്കിയേ, ബോർഡിലേക്ക് നോക്കിയേ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി തഴവ. അവസാനത്തത് കൊച്ചിയിലെ പാലിയത്തച്ഛൻ. നമുക്കൊന്നുകൂടി പറയാം. ടീച്ചർ കാണിച്ചു കേട്ടോ, നിങ്ങൾ ബോർഡിൽ നോക്കി വായിക്കണം കേട്ടോ. ആരൊക്കെയായിരുന്നു? അവധിയിലെ രാജ ചേത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, പിന്നീട് ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചിന്നമ്മ,
പ്രമുഖന്മാർ കേട്ടോ. അതുതന്നെ കേരളത്തിലും ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരെ അനേകം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. അതിലൊന്നും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ആദ്യം പഠിച്ചില്ലേ ഒരെണ്ണം? മിടുക്കൻ എന്തായിരുന്നു? മാപ്പിളക്കലാവ്. എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം. നോക്കിയേ, എന്താ ഇത്? പഴശ്ശി സമരം. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കേട്ടോ ഈ പഴശ്ശി സമരങ്ങൾ. പഴശ്ശി സമരം എന്താണെന്ന് നോക്കാം നമുക്ക്. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു എന്ത്? പഴശ്ശി സമരങ്ങൾ. ഈ പഴശ്ശി സമരങ്ങൾ നടന്നത് എവിടെയാണെന്നറിയോ? വയനാട്ടിലെ വനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പഴശ്ശി സമരങ്ങൾ നടന്നത്. എവിടെയായിരുന്നു? വയനാട്ടിലെ വനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പഴശ്ശി സമരങ്ങൾ നടന്നത് കേട്ടോ. അതിൽ പഴശ്ശിയുടെ പ്രധാന സമരമുറ എന്താണെന്നറിയോ? ഒളിപ്പോരായിരുന്നു. എന്താണ്? ഒളിപ്പോരായിരുന്നു കേട്ടോ. അത് വയനാട്ടിലെ വനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പഴശ്ശി ഒളിപ്പോര് നടത്തിയിരുന്നത്. ഈ പഴശ്ശി സമരങ്ങൾക്ക് പഴശ്ശിയെ സഹായിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് പറയട്ടെ ടീച്ചർ? നോക്കി, തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. ആരൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞേ? തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. ഇത്രയും ആൾക്കാരായിരുന്നു പഴശ്ശി സമരങ്ങൾക്ക് പഴശ്ശിയെ സഹായിച്ചത് കേട്ടോ. അപ്പൊ പഴശ്ശി സമരങ്ങൾ നടന്നത് എവിടെയായിരുന്നു? ഏത് വനം കേന്ദ്രീകരിച്ചായിരുന്നു? വയനാട്ടിലെ വനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പഴശ്ശിയുടെ ഒളിപ്പോര് നടന്നിരുന്നത്. പഴശ്ശിയുടെ സമരതന്ത്രം എന്തായിരുന്നു? മിടുക്കൻ എന്ന് പറഞ്ഞ ഉറക്കെ പറഞ്ഞ എന്താണ്? ഒളിപ്പോരായിരുന്നു പഴശ്ശിയുടെ സമരതന്ത്രം. മനസ്സിലായില്ലേ? അത് എവിടെ വെച്ചായിരുന്നു നടത്തിയെന്ന് പറഞ്ഞു നമ്മള്? വയനാട്ടിലെ വനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സമരം നടത്തിയിരുന്നത് അല്ലെ. ഒളിപ്പോരായിരുന്നു പഴശ്ശിയുടെ പ്രധാന സമരമുറ അല്ലെ. പഴശ്ശിയുടെ മരണത്തോടു കൂടി എന്ത് പറ്റി? ഈ സമരം അവസാനിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് ഈ പഴശ്ശി സമരം ഒന്നുകൂടി പറഞ്ഞാലോ? ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരെ പഴശ്ശിരാജ നടത്തിയ കേരളത്തിലെ പ്രധാന ചെറുത്തുനിൽപ്പായിരുന്നു എന്ത്? പഴശ്ശി സമരങ്ങൾ അല്ലെ. വയനാട്ടിലെ വനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പഴശ്ശിരാജ ഈ സമരത്തിൽ നടത്തിയിരുന്നത്. അത് എന്തായിരുന്നു? പഴശ്ശിയുടെ സമരമുറ എന്തായിരുന്നു? ഒളിപ്പോരായിരുന്നു പഴശ്ശിയുടെ പ്രധാന സമരമുറ. പഴശ്ശി ഈ സമരത്തിൽ സഹായിച്ച കുറെ പേരുടെ നമ്മൾ പറഞ്ഞില്ലേ? അത് ആരൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ? നോക്കിയേ, തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. മനസ്സിലായില്ലേ? ഈ യുദ്ധം അവസാനിച്ചത് എങ്ങനെയാ? പഴശ്ശിയുടെ മരണത്തോടു കൂടിയാണ് ഈ പഴശ്ശി സമരങ്ങൾ അവസാനിച്ചത് കേട്ടോ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം ചെയ്താലോ? നോക്കിയേ, ഈ പദസൂര്യം കണ്ടോ? ഇത് പഴശ്ശിരാജയെ സമരത്തിൽ സഹായിച്ച വ്യക്തികളുടെ പേരുകൾ ചേർത്തൊരു പദസൂര്യം പൂർത്തിയാക്കാൻ കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കൂലേ? നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് ഇത് പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുണ്ടറ വിളംബരത്തെ കുറിച്ച് പഠിച്ചാലോ? നോക്കിയേ, എന്താണ് കുണ്ടറ വിളംബരം? നമുക്ക് ഈ കുണ്ടറ വിളംബരത്തെ കുറിച്ച് പഠിക്കാം. പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ദളവയായിരുന്ന വേലുത്തമ്പി ആയിരുന്നു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് അവിടെ നേതൃത്വം കൊടുത്തിരുന്നത്. ഈ ദളവ എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? എന്താണ് ഈ ദളവ? പണ്ട് കാലത്ത് നമ്മളിപ്പോ ഈ പ്രധാനമന്ത്രി എന്നൊക്കെ പറയില്ലേ, അതുപോലെ പണ്ട് കാലത്ത് പ്രധാനമന്ത്രിയായിരുന്നു ദളവ എന്ന് പറഞ്ഞത്. അതൊരു സ്ഥാനപ്പേരാണ് കേട്ടോ. അപ്പൊ അന്നത്തെ ദളവയായിരുന്ന വേലുത്തമ്പി ദളവയായിരുന്നു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇടപെടൽ ദളവയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തി. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടങ്ങൾ നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തത് കേട്ടോ. ബ്രിട്ടീഷുകാര് ഈ ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തി. അപ്പൊ ദളവ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്തു. അങ്ങനെ 1809 വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ആഹ്വാനം ചെയ്തു. അത് എവിടെ വെച്ചാണെന്നറിയോ? കുണ്ടറ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ആഹ്വാനം ചെയ്തു. അപ്പൊ ആ ആഹ്വാനത്തെ എന്താ പറയുന്നത്?
ബ്രിട്ടീഷുകാർക്കെതിരെ 1809 വേലുത്തമ്പി ദളവ എന്ത് ചെയ്യുന്നത്? കുണ്ടറ വിളംബരം നടത്തുന്നത്. അപ്പോ നമ്മൾ എന്താ പഠിച്ചേ? കുണ്ടറ വിളംബരത്തെ കുറിച്ചാണ് പഠിച്ചല്ലേ? പഴയ തിരുവിതാംകൂറിലെ ദളവയായിരുന്ന വേലുത്തമ്പി ആയിരുന്നു കുണ്ടറ വിളംബരം നടത്തിയത് അല്ലെ? ഈ ദളവ ഏതാണ് നമ്മൾ പഠിച്ചില്ലേ? എന്തായിരുന്നു? ഇന്നത്തെ കാലത്ത് ഒരു പ്രധാനമന്ത്രി സ്ഥാനമില്ലേ, അതുപോലെ അന്ന് എന്തുണ്ടായിരുന്നു? അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു കേട്ടോ. അതിനെയാണ് ദളവ എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് ദളവയായിരുന്ന വേലുത്തമ്പി നടത്തിയ കുണ്ടറ വിളംബരം അല്ലെ? അത് ഏത് വർഷമാണ് നടത്തിയത്? 1809 കുണ്ടറ വിളംബരം ആഹ്വാനം ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എന്താ ചെയ്തേ? വേലുത്തമ്പിയുടെ ഈ പ്രസ്താവനയെ മറികടക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അവരുടെ ആക്രമണങ്ങൾ ശക്തിപ്പെട്ടെ. അപ്പൊ കുണ്ടറ വിളംബരം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്യാം. സ്വാതന്ത്ര്യ സമരത്തില് പങ്കെടുത്ത കുറേ അധികം പേര് നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ. അപ്പോ കേരളത്തിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തില് പങ്കെടുത്തവരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് നിങ്ങളൊരു ആൽബം തയ്യാറാക്കണം കേട്ടോ. അപ്പോ ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് നിങ്ങളൊരു ആൽബം തയ്യാറാക്കി ടീച്ചർ കാണിച്ചു കൊടുക്കൂലേ? അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കലാപങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? നമ്മൾ ഇന്ന് കുറെ കലാപങ്ങളെ കുറിച്ച് പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു അത്? ഏതൊക്കെയായിരുന്നു? മാപ്പിള കലാപത്തെ കുറിച്ച് പഠിച്ചു, സാന്താൾ കലാപത്തെ കുറിച്ച് പഠിച്ചു, പിന്നെ കേരളത്തിലുള്ള പഴശ്ശി സമരങ്ങളെ കുറിച്ച് പഠിച്ചു, പിന്നെ വേലുത്തമ്പി ദളവയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരത്തെ കുറിച്ച് പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഈ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഭൂപ്രഭുക്കന്മാരെ കുറിച്ചും നാട്ടുരാജാക്കന്മാരെ കുറിച്ചും ഒക്കെ പഠിച്ചു. പിന്നെ കുറെ ആൾക്കാരെ കുറിച്ച് പഠിച്ചില്ല. ആരൊക്കെയായിരുന്നു? ഗോത്രവർഗക്കാരെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഓർത്ത് വയ്ക്കില്ലേ? ഇതെല്ലാം